കുറച്ച് നാള് കൊണ്ട് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അന്നേരം കേറി വരുന്ന ഒരു റെസിപ്പിയാണിത്. അന്ന് തൊട്ട് പരീക്ഷിക്കണംന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പഴാണ് സമയം ഒത്തു വന്നത്. അപ്പൊ മുട്ട ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് വെറും 3 മിനിറ്റ് മാത്രം ഒന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ. ഇനി ഒരു ഗ്രീക്ക് യോഗട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലൊരു പ്ലേറ്റിൽ ഇതുപോലെ സ്പ്രെഡ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത മുട്ട അത് ഇതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇത് കുറച്ച് ഓവർ കുക്ക് ആയി പോയി ട്ടോ. മുട്ട ഇത്രയും വേവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പൊട്ടിക്കുമ്പോഴിങ്ങനെ അതിന്റെ ആ മഞ്ഞക്കരി ഇങ്ങനെ ഒഴുകി വരണം ട്ടോ. അതാണ് പാകം. പക്ഷെ സാരമില്ല ഫ്ലോപ്പ് ആയാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നല്ലേ. അപ്പൊ ദാണ്ട മുട്ടയെല്ലാം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇനി കുഞ്ഞൊരു താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി അല്ലിയും പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇടണം എന്നാണ് ശാസ്ത്രം. പക്ഷെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി അതിന്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ മിക്സ് ആക്കി നമുക്ക് ഇതിന്ന് അങ്ങോട്ട് എടുത്ത് കഴിക്കണം. എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയെന്ന് തോന്നിയാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല എന്നല്ലേ. അപ്പൊ എങ്ങനെയാ?